ഫ്ലൈറ്റിന് ഇനി 4 മണിക്കൂറുണ്ട്. എന്തിനാ അർജന്റായിട്ട് വരാൻ പറഞ്ഞേ? നീ എന്തിനാണോ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തത് അത് നിന്നോട് പറയാൻ വേണ്ടിയാ. ഏയ്, എന്താ ഇതൊക്കെ? 22 വർഷം, 4 മാസം, 11 ദിവസം, സമയം 12 മണി. ഇത് പറയാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. I'm in love with you. Let's get married soon. ജനനിക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾ ആരാണ് സർ? മീഡിയ വല്ലതുമാണോ? അതല്ല, എന്റെ അവളുടെ കല്യാണം ഉടനെ നടക്കേണ്ടതായിരുന്നു. അപ്പോഴെങ്ങനെയൊക്കെ സംഭവിച്ചേ? ഇപ്പൊ എങ്ങനെയുണ്ട്? ലുക്ക്, ഷീസ് ഔട്ട് ഓഫ് ഡേഞ്ചർ, ബട്ട് ഷീ സഫേർഡ് എ ലോട്ട് ഓഫ് ഇന്റർണൽ ഇഞ്ചുറീസ്. ഏകദേശം ഒരു 4-5 മാസം എടുക്കും ഇതെല്ലാം ശരിയാവാനായിട്ട്. ഉള്ളത് തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ മോറൽ സപ്പോർട്ടാണ് ശരിക്കും ആവശ്യം. അവൾക്കൊരു കുഴപ്പമില്ലെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? പിന്നെന്താ സംഭവിച്ചത്? പറയൂ. ഞാനെന്താ നിങ്ങളോട് സംസാരിച്ചു പോയതിനു ശേഷം ചീഫ് ഡോക്ടറും കമ്മീഷണറും മീറ്റ് ചെയ്തിരുന്നു. ഒരുപാട് സമയം അവർ സംസാരിച്ചു. അതിനുശേഷം ഞങ്ങളെല്ലാവരെയും വേറെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഇനി എന്നോടൊന്നും ചോദിക്കരുത്. പറയാച്ചാ. അരുൺ, IPS കഴിഞ്ഞില്ലേ? ഇനി നീ എന്നാ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്? നീ IPS ആവണമെന്നല്ലായിരുന്നോ ജനനിയുടെ ആഗ്രഹം? ഇങ്ങനെ തന്നെ കാണാൻ കഴിയുന്ന അത് വിടച്ചാ. സത്യത്തിൽ ജനനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. അതുപോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ IPS ആയിട്ട് എന്ത് ചെയ്യാനാ? നീ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട് മോനെ. അത് വിട്ടേക്കച്ചാ. PM എന്നിട്ട് പോകുന്നവരെ നിങ്ങളുടെ മകളെ കാണാതെ വിഷയം ഒരു മീഡിയക്കാരും അറിയരുത്. ആദ്യം ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്ക്. കല്യാൺ, ഞാൻ ഇവിടെ ഒരു അപകട നില തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു അണ്ടർ കവർ ഓഫീസറെ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. ഞാൻ ഓഫീസേഴ്സിന്റെ പ്രൊഫൈൽ ഒന്ന് നോക്കിയിട്ട് ഒരു നല്ലൊരു ഓഫീസറെ പറഞ്ഞേക്കാം. നിങ്ങൾ വിഷമിക്കട്ടെ. സാർ, ഞാൻ DGPയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. പ്ലാൻ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മാഡം നിങ്ങളോട് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്നാ പറഞ്ഞേ. ടിക്കറ്റ്സ് അങ്ങോട്ട് അയച്ചേക്കാം. താങ്ക്സ്. ഹലോ, ദിസ് ഈസ് വിക്രം കുമാർ. Can I explain? മോൾ എന്നെ ഒന്ന് നോക്ക്. Let me explain.